കൂട്ടുകാരുടെ വീട്ടിലേക്ക് വന്ന അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ വീട് പണി നടക്കുന്നത്. വീടൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുന്നതിനെ കുറിച്ച് പറയാനുള്ളത്? അതെ, അതന്നെ. ഏകദേശം എന്തൊക്കെ നമുക്ക് വീട്ടിലേക്ക് താമസം നടക്കും? തിങ്കളാഴ്ച. ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഫ്രണ്ട് ഏജന്റ് ചെയ്തിട്ടുള്ളത് കണ്ടാല് വളരെ സിമ്പിളായിട്ട് ചൂട് നിൽക്കാത്ത പോലത്തുള്ളൊരു വർക്ക്. നേരെ കയറി ചെന്നാല് ചെറിയ സോഫ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ചെറിയ ഷോപ്പ്. നേരെ മേലെ ഓപ്പണാണ്. ഓപ്പണായിട്ട് ചെയ്യില്ല, നല്ല സ്റ്റൈലായിട്ട് മേലെ മുകളിൽ കയറിയ തന്നെ അപ്സ്റ്റെയർ കയറിയ തന്നെ അടിയിലേക്ക് നോക്കാൻ പറ്റിയ നല്ലൊരു സംഭവമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ഹൈലൈറ്റ് ആണ് ഈ ഒരു ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഒരു വർക്ക്. പിന്നെ വരുന്നത് ഒരു റൂമാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. റൂമ്, പിന്നെ ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ രണ്ടാമത്തെ റൂം, അടിയിൽ 2 റൂമാണ്. അപ്പോൾ ഒരു റൂം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാത്റൂം ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കട്ടില് കാര്യങ്ങൾ ഈ ഒരു ഡിസൈനിൽ വർക്ക് നടന്നുകൊണ്ടൊക്കെയാണ്. ഞാൻ ഇത് വഴി വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ. കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടും. ഇവിടെ നിന്ന് റൂമിൽ നിന്നിറങ്ങി നേരെ പോയി കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചണാണ് കൊടുത്തത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓപ്പൺ കിച്ചണായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നടന്നുകൊണ്ടിരിക്കണുള്ളൂ. കിച്ചണിന് പുറത്തേക്ക് നല്ല വലിയൊരു ഡോറാണ് കൊടുത്തത്. പിന്നെ ഇതിലൊരു പറയാൻ പറ്റുന്ന ഹൈലൈറ്റ് ആണ്. പഴയ ആദ്യമൊക്കെ നമ്മൾ കണ്ടുവന്നിട്ടാണ് നേരെ ഓപ്പണായിട്ടുള്ള പുറത്തേക്ക് ചെയ്തിട്ടുള്ള വലിയ ഡോറും എന്നാൽ പുറത്തേക്ക് കംപ്ലീറ്റ് കാണുന്ന പോലെ. ഇവിടെ ഒരു ചെറിയൊരു വർക്കിംഗ് നടക്കുന്നുണ്ട്. ഒരു ചെറിയ കവറിങ് ചെയ്തിട്ട് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്യും. ഏരിയ ഫുള്ള് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് നേരെ നമുക്ക് മേലെ അപ്സ്റ്റെയർ കയറി വെക്കാം. അപ്സ്റ്റെയറിൽ കയറിയ അത് കയറി കഴിഞ്ഞാൽ നേരെ മുകളിൽ 2 റൂമാണ് കൊടുത്തിട്ടുണ്ട്. മുകളിലും റൂമിലും പണി നടന്നുകൊണ്ട് ഇല്ലാതെ ഒരു 4 ഡോറ് വാർഡ്രോബാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാത്റൂം. പിന്നെ ഈ ഒരു ഡിസൈനിലാണ് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കട്ടില് ഫിക്സ് ആയിട്ട്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ അടുത്ത റൂം. വർക്കൊന്നും നടന്നു കഴിഞ്ഞിട്ടില്ല. ഇതിൽ പിന്നുള്ളത് പറയാനുള്ളത് എന്താ വെച്ചാല് പുറത്തേക്ക് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വ്യൂ
ഒടുത്തം വീട്ടില്ല പറയാൻ പറ്റില്ല. രാത്രി കട്ടൻ ചായ ഒക്കെ കുടിച്ചു. ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങളെ ഈ ഒരു സൈറ്റാണ്. രാത്രി അയ്യർ മടം നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? നല്ല രാത്രി നല്ല കാറ്റും കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായി. കൊല്ലങ്കോട് പോണ വഴിയാണ്. എന്താ നമ്മൾ ഈ സ്ഥലത്തിന്റെ പേരെന്താ പറയാ? അത് കഴിഞ്ഞിട്ട് തന്നെ 3-ാം നിലയുടെ മോൾക്ക് മുമ്പിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കില്ല. നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം. ചെറിയ ഒരു ഊണി വെച്ച് ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മോള് കയറിന്റെ ചിലപ്പം ഫുൾ വ്യൂ കാണാൻ പറ്റും. വാ പാലക്കാടൻ സൗന്ദര്യം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ എന്തായാലും വീട് പണി നടക്കുന്നവർക്ക് എന്തെങ്കിലും ടിപ്പ് ഇതിന്ന് ഉപകാരപ്പെടുകയുണ്ടെങ്കിൽ ഞാൻ നടക്കട്ടെ. ഓക്കെ. സെറ്റപ്പ് 2 കുതിര ഉണ്ട്. ഈ സെറ്റപ്പ് ആക്കിയിട്ട് തന്നെ അതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് അവരുടെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. ഒരിക്കലും ഉപയോഗപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാലിക് ഒട്ട് അങ്ങനെ സെറ്റ് ചെയ്യും. ഓക്കെ. നിങ്ങളെ പേരിന്റെ വഴിക്ക് അവരിപ്പോ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നപ്പോ അവിടെ അവരെ വളർത്തുന്ന പെറ്റ്സാണ്. എന്താ പേര്? ബെല്ല. അയ്യോ ഹായ്. എല്ലാരും കൂടി നമ്മളാ സുഹൃത്തിന്റെ വക ഷെയ്ക്കൊക്കെ ഓർഡർ ചെയ്ത് സുഹൃത്ത് വെള്ളം കുടിക്കാൻ നമ്മളെ വിടണില്ല. അങ്ങനെ ഒരു മാർഗമില്ല. ആഗ്രഹമല്ലേ, അപ്പൊ അത് ഞങ്ങൾ കുടിച്ചു പോവാന്ന് വിചാരിച്ചു. പാലക്കാട് ജ്യൂസ് മാജിക് അല്ലേ? ജ്യൂസ് മാജിക് എന്നാണ് ഷോപ്പിന്റെ പേരല്ലേ. ഞാന് ജസ്റ്റ് ജ്യൂസ് കുടിച്ചു നോക്കി. സംഭവം മാജിക് തന്നെ. മാജിക് ആയിട്ടുള്ള വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസാണ്. ഇളനീരിന്റെ ആണ്. എന്നാൽ ഈ വഴിക്ക് പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലേ. അപ്പൊ എന്നാ ഞങ്ങള് യാത്ര പോവാം. നമ്മള് സുഹൃത്തിനോട് യാത്രക്ക് പഠിച്ചു. സുഹൃത്തിനോട് വെള്ളമൊക്കെ പോയതൊക്കെ വളരെ നന്ദിയുണ്ട്. ജ്യൂസ് അടിപൊളി. ജ്യൂസ് മാജിക് എന്നല്ലേ കടന്നു പേര്? ജ്യൂസ് മാജിക് ആയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നമ്മളല്ലേ.